أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي حلت خيلتي أدركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد والعاقبة للمتقين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാർ, അവർക്ക് സ്വാലിഹത്തായ മക്കൾ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകൾ അല്ലാഹു നൽകുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വാഹനം ഓടിക്കുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, കൂലിപ്പണി ചെയ്യുന്നവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ജോലിയിലും പ്രവൃത്തിയിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അതേ ഇസ്മിൻ്റെ മറ്റൊരു മഹത്വമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഏതായിരുന്നു ആ ദിക്ർ? യാ ഹഖ് യാ മുബീൻ യാ നൂർ യാ അല്ലാഹ്. യാ ഹഖ് യാ മുബീൻ യാ നൂർ യാ അല്ലാഹ് എന്ന ഇസ്മായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. അതിൻ്റെ മറ്റൊരു മഹത്വം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ ദിക്റുകളും ഇസ്മുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് ചൊല്ലുന്നവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ ഹലാല അവരുടെ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, യാ ഹഖ് യാ അല്ലാഹ്. യാ മുബീൻ യാ നൂർ യാ അല്ലാഹ്. അൽ ഹഖ് യാ ഹഖ്. ഈ ദിക്റിൻ്റെ അർത്ഥവും മഹത്വവും, ഈ ദിക്റിലെ ഓരോ നാമങ്ങൾക്കും സവിശേഷതമായ അർത്ഥങ്ങളും ആത്മീയ ഗുണങ്ങളുമുണ്ട്. അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഇസ്മുകളായിരിക്കുന്ന യാ ഹഖ്, സത്യമായവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ നീതി ലഭിക്കാനും സത്യം വെളിപ്പെടാനും മനസ്സിലെ ആശയങ്ങൾ മാറി ദൃഢവിശ്വാസമുണ്ടാകാനും ഇത് സഹായിക്കുന്നു. യാ മുബീൻ, എല്ലാം വ്യക്തമാക്കുന്നവൻ അല്ലെങ്കിൽ വഴി കാട്ടുന്നവൻ എന്നാണ്. ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങൾ മാറാനും ശരിയായ തീരുമാനങ്ങളെടുക്കാനും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഈ നാമം ചൊല്ലുന്നത്
ചൊല്ലുന്നത് ഉത്തമമാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ നൂർ യാ അല്ലാ, പ്രകാശമായവൻ, ഹൃദയത്തിന് ആത്മീയ വെളിച്ചം ലഭിക്കാനും മുഖത്ത് പ്രസന്നതയുണ്ടാകാനും അജ്ഞതയുടെ ഇരുട്ട് നീങ്ങി വിജ്ഞാനം ലഭിക്കാനും ഇത് പതിവാക്കാം. യാ അല്ലാ, പ്രപഞ്ചനാഥൻ്റെ ഏറ്റവും മഹത്തായ നാമമാണ് യാ ഹഖ് യാ മുബീൻ യാ നൂർ യാ അല്ലാ. ഈ ദിക്റിൻ്റെ അർത്ഥവും മഹത്വങ്ങളും ഇതിൻ്റെ മഹത്വങ്ങളാണ് ഇനി പറയുന്നത്. യാ ഹഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സത്യമായവൻ എന്ന്. ഇതിൻ്റെ മഹത്വങ്ങൾ എന്താണെന്ന് നമുക്ക് പ്രധാന നേട്ടങ്ങൾ: മനസ്സമാധാനവും ഉത്കണ്ഠ നിവാരണവും, മനസ്സിലെ അനാവശ്യ ഭയങ്ങളും ആശങ്കകളും നീക്കി ശാന്തത നൽകുന്നു. വിജയവും നേർവഴിയും, ബിസിനസ്സിലോ പഠനത്തിലോ ശരിയായ വഴി കണ്ടെത്താൻ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുന്നു. കടബാധ്യതകളിൽ നിന്നുള്ള മോചനം, ഉപജീവനത്തിൽ റിസ്ക് ബർക്കത്ത് ഉണ്ടാകാൻ ഈ ദിക്ർ പതിവാക്കുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ ഈ ഒരു ദിക്ർ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഈ ഒരു ദിക്ർ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അല്ലാഹുവിൻ്റെ ഏറ്റവും ശക്തിയായ 4 നാമങ്ങൾ ചേർന്ന് ദിക്റാണ് യാ ഹഖ്, യാ ഹഖ്, യാ മുബീൻ, യാ നൂർ, യാ അല്ലാ എന്നത്. എന്നാൽ സത്യമായവൻ യാ മുബീൻ എന്നാൽ എല്ലാം വ്യക്തമാക്കുന്നവൻ, യാ നൂർ എന്നാൽ പ്രകാശമായവൻ നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടും പ്രയാസങ്ങളും മാറ്റി ജീവിതത്തിൽ നേർവഴി കാണിക്കാൻ ഇതിലും മികച്ച ഒരു ദിക്ർ വേറെയില്ല എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കടങ്ങൾ വീടാനും ആഗ്രഹങ്ങൾ സഫലമാകാനും ഹൃദയത്തിന് വെളിച്ചം ലഭിക്കാനും ദിവസവും ഈ ദിക്ർ പതിവാക്കുക. പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലുന്നത് ഏറെ ഉത്തമമാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ ഹഖ്, യാ മുബീൻ, യാ നൂർ, യാ അല്ലാ എന്ന ദിക്റിൻ്റെ മഹത്വങ്ങളാണ്. ഇതിൻ്റെ പ്രധാനമായ മഹത്വങ്ങൾ: മനസ്സമാധാനവും ഉത്കണ്ഠ നിവാരണവും, മനസ്സിലെ അനാവശ്യ ഭയങ്ങളും ആശങ്കകളും നീക്കി ശാന്തത ലഭിക്കുന്നതാണ്. അതുപോലെ വിജയവും നേർവഴിയും ലഭിക്കാൻ, ബിസിനസ്സിലോ പഠനത്തിലോ ശരിയായ വഴി കണ്ടെത്താൻ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്നും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കടബാധ്യതകളിൽ നിന്നുള്ള മോചനം, ഉപജീവനത്തിൽ റിസ്ക് ബർക്കത്ത് ഉണ്ടാകാൻ ഈ ദിക്ർ പതിവാക്കുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ ഇത് പകർത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും ജീവിതത്തിൽ നമ്മളുടെ ഒരു ദിവസം എങ്കിലും നമ്മൾ ഇത് 2 നേരം ചൊല്ലാൻ പരിശ്രമിക്കുക. നമ്മൾ ചൊല്ലി നോക്കുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരും ഇൻഷാ അല്ലാഹ്. ഒരു നല്ലൊരു അറിവാണെന്ന് ഈ ദിക്റിൻ്റെ ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് നന്മയിൽ പങ്കാളികളാക്കുക. കൂടുതൽ ഇസ്ലാമികമായിരിക്കുന്ന അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ തെറ്റുകളിൽ നിന്ന് അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളും പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.